ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കി. ഇറാന്റെ പരമോന്നത നേതാവിനെയും ഉന്നത നേതാക്കളെയും ഇല്ലാതാക്കി. വ്യോമസേനയും നാവികസേനയും തകർന്നു. ഇറാനിൽ ആണവായുധം സജ്ജീകരിക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്നും ട്രംപ്. ലോകത്തിലെ ഏറ്റവും അക്രമകാരികളായ ഭരണകൂടമാണ് ഇറാനിലേതെന്നും ട്രംപ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു. Made clear from the beginning of Operation Epic Fury that we will continue until our objectives are fully achieved. Thanks to the progress we've made, I can say tonight that we are on track to complete all of America's military objectives shortly, very shortly. We're going to hit them extremely hard over the next 2 to 3 weeks. We're going to bring them back to the Stone Ages where they belong. In the meantime, discussions are ongoing. Regime change was not our goal. We never said regime change, but regime change has occurred because of all of their original leaders' death. They're all dead. The new group is less radical and much more reasonable. Yet if during this period of time no deal is made, we have our eyes on key targets. If there is no deal, we are going to hit each and every one of their electric generating plants very hard and probably simultaneously. കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇന്ന് രാവിലെ ഈ ട്രംപ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു, അമേരിക്കയെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധം 3 ആഴ്ച കൂടി അതിശക്തമായി തുടരും, പ്രഹരം തുടരും എന്നുള്ള നിലപാട് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ട്രംപ് വിശദീകരിച്ചത്? സുരേഷ്, ഈ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടായി നടത്തിയ അഭിസംബോധനയുടെ ഏറ്റവും പ്രധാന ഘടകം എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 3 ആഴ്ച കൂടി യുദ്ധം തുടരും, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുക തന്നെ ചെയ്യുമെന്നാണ് വളരെ കൃത്യമായി അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇറാനെ ഈ കാലമത്രയും, അതായത് 32 ദിവസത്തോളം നീണ്ട യുദ്ധത്തിൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുകയും ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇനി തിരിച്ചു വരാനുള്ള സാഹചര്യമില്ല. ഈ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് തന്നെയാണ് ആ വാക്കുകളിലൂടെ വളരെ കൃത്യമായി പറയുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇറാൻ്റെ നേതൃനിരയെ മുഴുവൻ കൊലപ്പെടുത്തി. അതായത് നമുക്കറിയാവുന്നതാണ്, മുജ്തബ ഖമേനി അധികാരമേൽക്കുന്നതിന് മുമ്പ് ആ സംഭവത്തിലേക്ക് വഴിവെച്ച അയത്തുള്ള അലി ഖമേനിയുടെ വധവും അതിന് മുമ്പ് 1ാമത്തെ അയത്തുള്ളയുടെ വധവും എല്ലാം തന്നെ തങ്ങൾ നടത്തിയത് വഴി നിരവധി നേതാക്കന്മാരെ അതായത് സൈന്യത്തിൻ്റെയും അതുപോലുള്ള സംവിധാനങ്ങളുടെയും നേതൃനിരയിലുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തതോടെ ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു ഇറാനിലെ ഈ ഇസ്ലാമിക ഭരണകൂടം. അതുകൊണ്ട് തന്നെ പുതിയ ഭരണകൂടം അവിടെ വന്നിട്ടുണ്ട്. ഇന്നലെയും അദ്ദേഹം സമാന രീതിയിലുള്ളൊരു ട്വീറ്റ് പുറത്തുവിട്ടിരുന്നു. അതിലും അദ്ദേഹം പറയുന്നത് പുതിയ പ്രസിഡന്റ് എന്നൊരു വാക്കാണ്. പുതിയ പ്രസിഡന്റ് ആരെ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഭരണകൂടത്തിലൊരു മാറ്റമുണ്ടായത്. ഭരണകൂടത്തിൻ്റെ മാറ്റം പൂർണ്ണമായും ഉണ്ടാവുകയും പൂർണ്ണമായും ഇറാനെ ഒരു ആണവശേഷി ഇല്ലാത്തൊരു രാജ്യമാക്കി മാറ്റുക എന്ന കൃത്യമായ നീക്കമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് അതിശക്തമായ ആക്രമണം നടത്തിയത്. അമേരിക്കയ്ക്കെതിരെ ഒരു ഭീഷണിയായി ഇറാനെ ഇനി നിലനിൽക്കാനാവില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സംഭവങ്ങളും വളരെ കൃത്യമായ നിലപാടുകളും അദ്ദേഹം പറയുന്നുണ്ട്. അത് ഹോർമൂസിനെ സംബന്ധിച്ചാണ്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. സമൂഹമാധ്യമ കുറിപ്പിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എടുത്തു പറയുകയായിരുന്നു. ഹോർമൂസിലെ നടപടികളിൽ നിന്നും പിന്മാറുകയും ഹോർമൂസ് ഉപയോഗിക്കുന്നവർ തങ്ങൾക്ക് ഹോർമൂസിനെ ആവശ്യമില്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കൊണ്ടുപോകുന്നവർ അവിടുത്തെ സുരക്ഷ സ്വയം നോക്കിക്കൊള്ളണം എന്നൊരു നിലപാടാണ്. അത് ഫ്രാൻസിനും ചൈനയ്ക്കും എല്ലാം തന്നെ നൽകിയൊരു നിർദ്ദേശമായിരുന്നു നേരത്തെയെങ്കിൽ. അക്കാര്യവും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. രാജ്യത്തോടായി നടത്തിയ അഭിസംബോധനയിൽ കൃത്യമായി പറയുന്നത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുകയും 3-4 ആഴ്ച അത് തുടരുകയും ചെയ്യും. അതിശക്തമായ ആക്രമണം നടത്തും. ഇറാനെ ഒരു തരത്തിലും ഉയർന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ അതിൻ്റെ മിലിറ്ററി സംവിധാനങ്ങളെയും അതുപോലെ തന്നെ നാവിക വ്യോമ സംവിധാനങ്ങളെയും എല്ലാം തച്ചു തകർക്കുകയും ചെയ്യും. തീർത്തും ശിലായുഗത്തിലേക്ക് ഇറാനെ നയിക്കുമെന്ന നിലപാടാണ് ട്രംപ് കൃത്യമായി വിശദീകരിച്ചത്. സുരേഷ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ്.